എത്ര പേർ വിശ്വസിക്കുന്ന? കരങ്ങൾ ഉയർത്തി യേശുവോട്. അതുകൊണ്ട് നമുക്ക് പാടാൻ കഴിയും, എന്നെ മുറ്റുമായി ഞാൻ യേശുവിലേക്ക് സമർപ്പിക്കണം. അവനല്ലാതെ മറ്റാരുമില്ല പുകഴുവാൻ, അവനല്ലാതെ മറ്റാരും പ്രശംസിപ്പാനില്ല. നമുക്ക് ഒരുമിച്ച് പാടാം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളിലൊക്കെ. ഒരുമിച്ച് ഈ വരികൾ പാടുമ്പോൾ അറിയുന്നവർ എന്നോടൊപ്പം ചേർന്ന് ഈ വരികൾ പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്താം. അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ. അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളിലോകെ. അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനെ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെ നടത്തണമേ. ശുദ്ധാത്മാവിനായി എന്നെ നീറെ. ജനം ഒരുമിച്ചൊന്ന് എൻ്റെ കൂടെ പാടാം. എന്നെ മുറ്റുമായി ഞാൻ നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നീറെ. അക്കരങ്ങളെല്ലാം ഉയർത്തി ആരാധന, ആരാധന. അല്പം കൂടെ ശബ്ദം ഉയർത്തി. ഓ യേശുവേ,
നമുക്ക് പാടാം. നിൻ വഴികളിൽ വഴി കാട്ടിയ എന്നെ നയിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന നിർത്തിയിടേ. ജനം ഒരുമിച്ച് നിൻ വഴികളിൽ ഒന്നുറക്കെ പാടി. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. ആരാധന ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന യേശുവേ യേശുവേ എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാ എന്നെ. ഈ അവസാന രാത്രിയിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, എന്നെ മുറ്റുമായി ഒരു കഴുകുന്ന രാത്രിയായി മാറട്ടെ. എന്റെ ചിന്തകൾ, ഞാൻ പ്ലാൻ ചെയ്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായേക്കാം. എന്നാൽ ഇന്ന് രാത്രി മറ്റേതിനേക്കാളും സ്വർഗത്തിലെ ഇഷ്ടം നിങ്ങളിൽ നിറവേറാൻ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. എന്നെ മുറ്റുമായി യേശോഭ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ. രണ്ട് കരങ്ങളും ഉയർത്തി ആരാധന. ജനം മുഴുവൻ പാടിയ പുറകറ്റം മുതൽ ആരാധന. ഇന്നു രാത്രിയിൽ കോവളം പട്ടണത്തിൽ ഉയരട്ടെ യേശുവിന്റെ നാമം. ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന. യഹോവേ ദാനവാനേ, നീ മാത്രം മതി എനിക്ക്. യഹോവ സൗഖ്യദായകൻ, തന്നാടി പിണരാ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. വായികൾ തുറന്നായി പദം ഒരുമിച്ച് സൃഷ്ടാവ്
ഒത്തിരി പദങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേലും ബൈബിളിലുടനീളം നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലേലും നമ്മുടെ അവസ്ഥകൾ അറിയുന്നൊരു ദൈവമുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഹൃദയം തകർന്ന് വേദന കിട്ടിരിപ്പെട്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിനൊരു വാക്ക് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് വിളിക്കാൻ പറ്റുന്നിടത്ത് യേശു ഇറങ്ങി വരും. അതാ യേശുവിൻ്റെ പ്രത്യേകത. അതെന്താ ബ്രദർ എത്ര ഉറപ്പോടെ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എല്ലാം തകർന്ന തരിപ്പണമായ ഒരു സമയം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവം ഞാൻ ഒത്തിരി വേദികളിൽ പറയാറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം പറയാം. ഈ പാട്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. ഞാൻ ഇന്ന് രാവിലെ ഒരു സഭയിൽ പറഞ്ഞൊരു പദമുണ്ട്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വലുതാണ്. നമ്മളാരും ചുമ്മാ ഈ ഭൂമിയിൽ ജനിച്ചു വീണവരല്ല. നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ പർപ്പസ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. അതിന് രാത്രിയെ തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ, തമ്പുരാന് നന്ദി പറ. കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ. ജീവിതത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വീണു. നല്ലൊരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു കോളേജിൽ പഠനം ആരംഭിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് കോളേജിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഫീസ് അടയ്ക്കാൻ പറ്റാതെ കോളേജിൽ ഇറക്കി വിട്ടു. ഫീസ് അടയ്ക്കാൻ വേണ്ടി ചെയ്യാത്ത ജോലികളില്ല. പക്ഷേ അവസാനം കൂട്ടുകാരുമായിട്ടുള്ള അമിതമായ ബന്ധം മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും എൻ്റെ ലൈഫിനെ മാറ്റി. അവസാനം പബ്ലിക്കിൽ പോലും ഇറക്കാൻ കഴിയാതെ വണ്ണം ഒരു മനോരോഗി അല്ലെങ്കിൽ ഒരു മാനസിക രോഗിക്ക് തുല്യമായി തീർന്ന എൻ്റെ ജീവിതത്തെ ഊളംപാറയിലെ സന്തോഷം എന്ന് പറയുന്ന ഡോക്ടറിന്റെ രഹസ്യമുറിയിൽ 3 മാസം അടയ്ക്കപ്പെട്ടു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിലെ ജനിച്ചു വീണത്. നിങ്ങളെപ്പോലെ കൈയടിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കുമെങ്കിലും എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ, കൈയടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവുമായിട്ടൊരു എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചത് സത്യമാണെങ്കിലും യേശുവുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതം. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ തകർച്ച വന്നു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, മരണത്തെ മാത്രം മുമ്പിൽ കണ്ടൊരു നിമിഷം. പക്ഷേ എല്ലാം തകർന്ന തരിപ്പണമായി മറ്റുള്ളവരെ മുമ്പിൽ, കുടുംബക്കാരെ മുമ്പിൽ, സഭയ്ക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്ന എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അവനെ ഉയർത്തുവാൻ, അവനെ പാടുവാനാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അന്ന് രാത്രിയിൽ എല്ലാം തകർന്ന് ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് ഒറ്റ വിളി, യേശുപ്പാ നീ കൂടെ വേണം, നീ കൂടെ വേണം, അങ്ങനെ കൈവിടരുത്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നെ തേടിയ യേശുവിന്റെ സ്നേഹം ഈ കൺവെൻഷൻ യോഗത്തിൽ അവസാന രാത്രിയിൽ മിനിറ്റുകളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. യേശു മാത്രം മതി, യേശു ശബ്ദം ഉയർത്തി, യേശു എനിക്ക് ഉയർത്തി പാടിയേ, യേശു 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 മാത്രം മതി. അല്പം കൂടെ ശബ്ദം ഉയർത്തി പാടിയേ, യേശു 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 മാത്രം മതി എനിക്ക്. യേശു എല്ലാ തരങ്ങളും തുറന്ന് ആ യേശു എന്ന നാമം ഉയർത്തി പാടി ഇന്നു രാത്രി നീ പാടുമ്പോൾ പാട് നിന്നെ തകർക്കുമെന്ന് വിധി എഴുതിയ ചില മേഖലകൾക്കകത്ത് യേശുവിനാലുള്ള ഒരു എഴുന്നേൽപ്പിന്റെ രാത്രിയിൽ ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന രാത്രി എന്ന് വിശ്വസിച്ച് ശബ്ദമുയർത്തി പറയാ, യേശു 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 മതി എനിക്ക്. യഹോവ യഹോവ ഹീരേ ദാതാവം നീ
അവൻ കരുതുന്ന കർത്താവ്, അവൻ നമ്മെ പുലർത്തുന്ന കർത്താവ്, അവൻ ഒരു നാളും നമ്മെ കൈവിടാത്ത കർത്താവ്. നമ്മുടെ മുടി നരയ്ക്കുന്നത് അവൻ അറിയാം, ഒഴിഞ്ഞു പോകുന്നത് അറിയാം. നരയ്ക്കുമ്പോൾ ചുമക്കുന്നവൻ. നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വേദനയെ, പ്രതിസന്ധിയെ നിന്റെ അടുത്തിരിക്കുന്ന മറ്റൊരു വ്യക്തി അറിയുന്നതിനേക്കാൾ നിന്നെ നന്നായി അറിയുന്ന യേശു. ഓ യേശു മതി എനിക്ക്, യേശു സമാധാനം അറിയാത്തവനായ യേശു മതി എനിക്ക്. ഒരുമിച്ച് പറഞ്ഞേ, നിറവേ നിറവേ നീർവാരുവേ നിറവേ നീർവേറ്റുമേ നിറവേ നീർപോതുമേ ആവി ആനവരേ നിറവേ നീർവാരുമേ നിറവേ നീർവേറ്റുമേ നിറവേ നീർപോതുമേ ആവി. ശബ്ദമുയർത്തി നിറവേ നീർവാരുമേ നിറവേ നിറവേ നീർപോതുമേ ആവി. ആ പദങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിറവേ നിറവേ ഓ നിറവേ ആവിയാനവരേ നിറവേ നീർവാരുമേ നിറവേ ആവി. നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിറ്റെഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാം രാത്രി നിങ്ങളെ ആരോഗ്യം എഴുന്നേൽപ്പിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ ഇരിപ്പിടങ്ങളെ വിട്ടു എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് രാത്രി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ തമ്പുരാനെ നന്ദി പറയാം. എസ്പെഷ്യലി കർത്താവിന്റെ ദാസൻ സതീശൻ നെൽസൺ പാസ്റ്റർ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ വെച്ച് കാണുന്ന ഒത്തിരി വേദികളിൽ ശുശ്രൂഷിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൺവെൻഷനെ കുറിച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയ എന്നെക്കാളും പ്രായവും പക്വതയുള്ള ദേവദാസന്മാരുടെ മുമ്പിൽ നിന്ന് യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ ഏറ്റവും വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ അപ്പനൊരു പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കും. കാരണം ഒരു വന്ന വഴികൾ അത് വലുതാണ്. രാമൻ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് അസുഖമില്ലെങ്കിൽ ഒരു ആമി പറയാം. എൻ്റെ അപ്പൻ ശരിക്കും കഷ്ടതയും പട്ടിണി അനുഭവിച്ച്, പട്ടിണി എന്തെന്നറിയാത്ത സമയത്ത് ഞങ്ങളും പട്ടിണി കിടന്ന് അതൊരു ഫാസ്റ്റിംഗ് ആക്കി കൊണ്ടുവന്ന ഓർമ്മകൾ എനിക്കിന്ന് ഓർക്കാൻ കഴിയും. പണ്ടൊക്കെ ഞങ്ങളുടെ പാസനേജിൽ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കും, മോനെ ജോയൽ നിനക്ക് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഡോക്ടർ ആകണമെന്നും എഞ്ചിനീയർ ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ ഒരു തലയിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്, നീയും പാസ്റ്റർ മോൻ തന്നെ, നീയും പാസ്റ്റർ ആകും. രാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എനിക്കിതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വിളി അത് റൈറ്റ് ടൈമിൽ എൻ്റെ ലൈഫിൽ വന്നു. ദൈവത്തിന് വേണ്ടി പാടാൻ ഇറങ്ങി. ഏകദേശം 2026 ആകുമ്പോൾ 15 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓരോ വേദികൾ കയറുമ്പോഴും വല്ലാത്തൊരു ടെൻഷനും ദൈവഭയവും ഓരോ വേദിയിൽ കയറുമ്പോഴും ഉണ്ടാകും. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങി വരും. രാമൻ പറഞ്ഞാട്ടെ, നിന്നിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ, നിന്നിത നമ്മെ എഴുന്നേറ്റുന്ന തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. നമുക്ക് ഈ പാട്ട് പാടി തീർക്കാനും കൈയടിച്ച് ഈ പാട്ട് തീർക്കാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എഴുന്നേക്കാൻ പറ്റുമോ? ഒരാമൻ പറഞ്ഞാട്ടെ, എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. 2025 ആരൊക്കെയോ തല കുനിച്ച് നടന്ന വർഷമായിരിക്കാം. എവിടേക്കോ നിന്ദിക്കപ്പെട്ട് തകർന്ന തരിപ്പണമായ ഒരു വർഷമായിരിക്കാം 2025. എന്നാൽ യേശു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, 2026 നിങ്ങളുടെ ലൈഫിൽ എഴുന്നേൽപ്പിന്റെ ഒരു വർഷമായി തീരട്ടെ. വിശ്വസിക്കുന്നവർ ഒരാമേ പറയാൻ പറ്റുന്നവർ, അതുകൊണ്ട് തിരുവചന പുസ്തകത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. സങ്കീർത്തനക്കാരൻ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത ഇണയല്ല.
അവൻ നമുക്ക് തുണയാ. ഒരു കാര്യം ഞാൻ പറയാം, എത്ര ശക്തികൾ നിങ്ങളെ തകർക്കുവാൻ മുമ്പിൽ വന്നാലും, എത്ര കൊടിയ ശക്തികൾ നിങ്ങളെ ഇല്ലാതാക്കാൻ വേരോടെ അറുത്തുകളയാൻ നിങ്ങളുടെ മുമ്പിൽ വന്നാലും, നിന്നെ പിടിച്ചിരിക്കുന്ന ഉലകത്തിലെ ഒരു ചോട്ടാം നേതാവല്ല, ഒരു മതദൈവമല്ല, ഉയരത്തിലെ തമ്പുരാനാണെങ്കിൽ 2025 അവസാന ദിവസവും 2026 പ്രാരംഭ ദിനരാത്രങ്ങളും നമ്മൾ ചവിട്ടിക്കയറുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സംതിങ് സ്പെഷ്യൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന. രാത്രി പകലെന്ന് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളും അടിച്ച് ഒരിക്കൽ കൂടെ തമ്പുരാന് നന്ദി പറ. ഇത് ഉയർപ്പിന്റെ ദിവസമാ, എഴുന്നേൽപ്പിന്റെ ദിവസമാ. എങ്ങനെയും മരിച്ച മണ്ണിന് വളമാകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സംതിങ് നിന്നിലൂടെ ഒരു സ്പെഷ്യൽ മൂവ്മെന്റ്. രണ്ട് കരങ്ങളും അടിച്ചൊന്ന് 2 മിനിറ്റുകൾ കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവരെല്ലാം കമോൺ നന്ദി പറഞ്ഞേ. കരങ്ങൾ ചേർത്തടിച്ച് വായ്കൾ തുറന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശതനാഥന റിയാധനാഥന നിന്ദിത പാത്രരേവാ നമ്മെ നായകൻ പാടിയേ. നിന്ദിത പാത്രരേവാ നമ്മെ നായകൻ കൈവിടുവോ. എഴുന്നേറ്റുക പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റുക പണിതിടുക തിരുക്കരങ്ങൾ നമ്മോട്. അത്ഭുതമേശുവിൻ കരങ്ങളടിക്കാൻ പറ്റുന്നവരെല്ലാം നമ്മ കരങ്ങൾ തട്ടി. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും. ചേർന്ന് പാടിയേ. സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. മിന്നൽ പിണരുകൾ വീശുമോ പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ജനകോടികൾ തകരുമപ്പോൾ തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തിയിടുമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തിയിടുമേ. അത്ഭുതം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും. ചേർന്ന് പാടാം. നിന്ദിത പാത്രനായി ദേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രനായി ദേവാ നമ്മെ നായകൻ കൈവിടുമോ. ഓ എഴുന്നേറ്റു പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും. ഓ എഴുന്നേറ്റു പണിതിടുക തിരുകരങ്ങൾ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും
സ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴക്കിടും. ഓ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നും ഉയർത്തി. കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കാണത്തിടാൻ പാടുമില്ലാതെ കഷ്ടത്തിൻ കോട്ടയിൽ അപ്പുറം കാണത്തിടാൻ പാടുന്നില്ലാതെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ. ആ വരികൾ ഒരിക്കൽ കൂടെ പറ. ഓ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ നമ്മുടെ അനുഭവമല്ലേ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കാണത്തിടാൻ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഈശാനമൂല ആടിച്ചുയർന്നു പടകും തകർന്നു ഈശാനമൂലൻ ആടിച്ചുയർന്നു പടകും തകർന്നു തോന്നിയപ്പോൾ ഒടിയിൽ ജയം തന്ന രക്ഷകനെ പകരമോർത്തു നാം സ്തുതിച്ചിടുക. ഒടിയിൽ ജയം തന്ന രക്ഷകനെ പകരമോർത്തു നാം വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങൾ തട്ടി വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഒരിക്കൽ കൂടെ ഈശാനമൂല ആടിച്ചുയർന്നു ഓ പടകും തകർന്നു ഈശാനമൂലൻ ആടിച്ചുയർന്നു പടകും തകർന്നു തോന്നിയപ്പോൾ നൊടിയിൽ ജയം തന്ന രക്ഷകനെ പകരമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകനെ പകരമോർത്തു നാം വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം കഷ്ടത്തിൻ കോട്ടയിൽ മുഴുവൻ ജനം പാടാമോ? കഷ്ടത്തിൻ അപ്പുറം കാണത്തിടാൻ പാടുന്നില്ലാതെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആർക്കോടും നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു വിരുദിനായി. ആർക്കോടും നിന്നെ ഘോഷിക്കും സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു വിരുദിനായി. ലഭിക്കും നിശ്ചയം എതിരുതേക്ക് ശത്രുക്കൾ ആർമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ലഭിക്കും നിശ്ചയം എതിരുതേക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജകയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ.
കാലം ഓർക്കുമ്പോൾ തുള്ളും തുള്ളും ഈ ലോകസുഖം ലോകസുഖം തള്ളി ഞാൻ അഭാഗ്യം കണ്ടപ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും വന്നു ഞാൻ വിനതു എടുപ്പാൻ സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ കുഞ്ഞാട്ടിക്ക് തീരും പഞ്ചാലിലെ ശുദ്ധരക്തത്താൽ തീരും പഞ്ചാലിലെ ശുദ്ധരക്തത്താൽ മഹത്വം രക്ഷകാ സ്തുതി സ്തുതിക്കും നന്ദി ഞാൻ നന്ദിയോടടിവാണ് സ്തുതിക്കും നന്ദി ഞാൻ ആയുസിനാളല്ല നന്ദിയോടടിവാണ് സ്തുതിക്കും നന്ദി ഞാൻ സ്തുതിക്കും നന്ദി ഞാൻ ആയുസിൻ രണ്ട് കരങ്ങളും അടിച്ച് ദൈവശക്തി ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവശക്തി അനുഭവിക്കുന്നവർ കമാൻ ഇന്ന് പകൽ ഇന്ന് രാത്രിയുടെ കരങ്ങൾ തട്ടി ആത്മനിറവി ദൈവ നിയോഗത്തിൽ ആ കരങ്ങൾ രണ്ടും തട്ടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. കണ്ണുകളടച്ച് ആദരങ്ങൾ ചലിപ്പിച്ച് കരങ്ങൾ തട്ടി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കുലച്ചവരുടെ മുമ്പിൽ ഇത് രാത്രി തല ഉയർത്തുന്ന മണിക്കൂറുകൾ, തല ഉയർത്തുന്ന ദിവസങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ അങ്ങനെ ഒരു നിയോഗം വീഴട്ടെ. ആത്മാവിൽ ആരാധന വെളിപ്പെടട്ടെ. നിയന്ത്രിക്കുവാൻ കഴിയാത്തുള്ള ആത്മാവിൽ വരുത്തി നിങ്ങളുടെ മേൽ വീഴട്ടെ. ഭാഷകളിൽ നിറഞ്ഞ് വിഹാർ മുഴുവൻ ദൈവശക്തി നിറയട്ടെ. രാത്രി ഭൂതങ്ങൾ മറ്റുമാറട്ടെ, രോഗങ്ങൾ വഴിമാറട്ടെ. നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന, നിന്റെ സ്വസ്ഥതയെ കടുത്തുന്ന എല്ലാ ഇരുളിന്റെ ഭാഷകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധന മധ്യതും നിഷ്ഫലമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ
ചിലതിനെ കുടഞ്ഞുകള. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിനാലുള്ള സ്ഫോടനം. സ്വർഗം അത് ചെയ്യുകയെന്ന് രാത്രി. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ ചാവേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല, നീ ഒതുങ്ങി പോകേണ്ടവനല്ല, നീ ഇല്ലാതാകേണ്ടവനല്ല. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കേണ്ടവനാ. എല്ലാ മരണത്തിന്റെ ശാപങ്ങളും എല്ലാ മരണത്തിന്റെ വാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ഈ ദേശം വിട്ട് മാറി നിൽക്കട്ടെ. രണ്ട് കരങ്ങൾ തലയ്ക്ക് മീതെ ഉയർത്തി പിടിക്കാൻ പറ്റുമെല്ലാം കരങ്ങൾ ഉയർത്തി പിടിച്ചാൽ കരങ്ങൾ ഉയർത്തി എന്റെ ദൈവമേ നീ അല്ലാതില്ല എന്നെ ദൈവസ്നേഹം ഈ വരികൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നു. എവിടേക്കും നമ്മൾ തകർക്കപ്പെട്ട് ഒതുക്കപ്പെട്ട സമയങ്ങളിൽ നമ്മൾ അറിയാതെ ഈ വരികൾ പാടിയിട്ടില്ലേ? രക്ഷക ദൈവമേ, ഞാൻ ഈ പാട്ട് ആദ്യം കേൾക്കുന്ന എന്റെ പപ്പയുടെ വായിൽ നിന്നാ. പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ട്രാൻസ്ഫർ ആയി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സഭ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല, ഒരു ബിൽഡിംഗ് പോലും ഇല്ലാത്തൊരു സ്ഥലം. തമിഴ് വിശ്വാസികൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ പ്രശ്നത്തിൽ സ്തുതിക്കണം പ്രിയരെ, അതിനാൽ ഞാൻ ഇത് പറയുന്നത്. പ്രതികൂലത്തിന്റെ നടുവിൽ ഭയന്നോടുന്നവന് യേശുവിന് ആവശ്യമില്ല, അവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പ്രശ്നത്തിന്റെ നടുവിൽ സ്തുതിക്കുന്നവന് ദൈവത്തിന്. എന്റെ പപ്പായ്ക്ക് വലിയ ദർശനവും കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, അത്രയൊന്നും എനിക്കില്ല. എന്റെ ലൈഫിൽ ഒരു തിരിവ് നടന്നതും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായതും അപ്പാടെ പ്രാർത്ഥനയാണ്. അപ്പാടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. മദ്യപാനത്തിന് മയക്കും മരുന്നിന് അടിമയിൽ ലൈഫെല്ലാം തകർന്ന് എന്റെ ശരീരം മൊത്തം കീറി മുറിച്ച് വല്ലാത്തൊരു സ്റ്റേജിൽ പോയ ഒരു വ്യക്തിയായിരുന്നു. എന്റെ ലൈഫിനെ മാറ്റിമറിച്ച് സ്വർഗത്തിലെ ദൈവം അപ്പന്റെ പ്രാർത്ഥനയുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ പദങ്ങൾ പറയുമ്പോൾ ഈ ദേശത്തിൽ മദ്യപാനത്തിന് മയക്കും മരുന്നിന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന യൗവനക്കാരുടെ ലൈഫിൽ ദൈവത്തിന്റെ ഗ്ലോറിയസ് മഹത്വം ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന എന്റെ പുറകിലുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരെങ്കിലും ഏതെങ്കിലും അപ്പന്മാരമ്മമാർ കരയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ അത് വൃഥാവായി തീരത്തില്ല. നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടി തരുന്ന സ്വർഗം ഇന്ന് രാത്രിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തലയ്ക്ക് മീതെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഞങ്ങൾ ചെല്ലുന്ന പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എന്റെ സമയത്തിന് ഞാൻ നിർത്തും. നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിൽക്കാം, ഇരിക്കാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് നിൽക്കാം. പാലക്കാട് ചെല്ലുമ്പോൾ സഭയില്ല. എന്റെ പപ്പയ്ക്കകത്ത് വലിയ ദാഹം. പപ്പ ഒരു ചർച്ച പണിതു, ഓലമേഞ്ഞൊരു ചർച്ച അവിടെ പണിതു. ഓലമേഞ്ഞ ചർച്ച പണിതപ്പോൾ മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ഓലക്കൂടെ എല്ലാം വെള്ളം ഇറങ്ങി. നമ്മുടെ തമിഴ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൻസിയറാണ്. നിങ്ങൾ സിൻസിയർ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർ കുറച്ചും കൂടെ ഭയങ്കര സിൻസിയറാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആമേൻ പറയും, എന്ത് പറഞ്ഞാലും ഗ്ലോറി പറയുന്ന നല്ല വിശ്വാസികൾ. അവർ വന്ന് ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ ഈ ചാണകം വിഴുകിയ തറയായിരുന്നു. ദേഹം മൊത്തം ഈ വെള്ള ഡ്രസ്സിനകത്ത്, വെള്ള സാരിക്കകത്ത് ഈ ചാണകം പറ്റി. ഈ റോഡിലൂടെ പോകുമ്പോൾ വല്ലാത്ത കളിയാക്കുകൾ, അവമാനങ്ങൾ കിട്ടുന്നു. അത് ഭയങ്കരമായി ചോദ്യങ്ങൾ വന്നതുകൊണ്ട് പപ്പ പെട്ടെന്ന് ഒരു ചർച്ച് വാർക്കാൻ തുടങ്ങി. ബിൽഡിംഗ് ചെയ്ത് വാർത്തു, മേളിൽ ഷീറ്റ് ഇട്ടു. അന്ന് രാത്രി ഞാൻ എൻ്റെ അപ്പായും കൂടെ കഞ്ചിക്കോട് ചന്തയിൽ പോകുന്ന സമയത്ത്
രാത്രിയിൽ കുറച്ച് സുവിശേഷ വിരോധികൾ എൻ്റെ അപ്പനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മുമ്പിലിട്ട് അപ്പനെ വല്ലാതെ തല്ലിച്ചതച്ചു. രാമൻ പറഞ്ഞാട്ടെ. വേദനയോടെ ഞാൻ നിലവിളിച്ചു. എനിക്ക് നിസ്സഹായനായി നിന്നു. എനിക്കൊന്നും തിരിച്ചൊന്നും പ്രതികരിക്കാനും പറ്റത്തില്ല, പറയാനും പറ്റുന്ന ഒരു പ്രായമല്ല. ഞാൻ കരഞ്ഞു നിലവിളിച്ചു. അന്ന് രാത്രി ചന്തയിൽ പോകുന്നതിന് മുമ്പ് പപ്പ തിരിച്ച് വീട്ടിൽ റൂമിൽ വന്ന് സഭാ ഹോളിൽ കയറി പപ്പ പാടിയ പാട്ട എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ല എനിക്ക് ആശ്രയം വേറെ. ഇന്ന് രാത്രിയിൽ എൻ്റെ അപ്പൻ വില കൊടുത്തത് കൊണ്ട് തലമുറകളായ ഞങ്ങളുടെ ദൈവം മാനിക്കാൻ തയ്യാറായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി ആ കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. വേദനകൾക്കകത്തും പ്രശ്നങ്ങൾക്കകത്തും ഒതുങ്ങിപ്പോകുന്നവരല്ല ദൈവമക്കൾ, വേദനയിൽ നിന്ന് സ്തുതിക്കുന്ന കരുത്തുള്ളവരാ ദൈവമക്കൾ. ഞാൻ വിശ്വസിക്കുന്ന ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിക്കകത്ത് ഇവിടെ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ജനവും പ്രശ്നത്തെ കണ്ട് ഭയന്നോടുന്നവരല്ല. പ്രശ്നത്തിന്റെ നടുവിൽ ആർപ്പ് വിളിക്കുന്നവർ, സ്തുതിക്കുന്നവർ. അവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശുമാ പാതിയേ കേതുനേര പടമ വൻഭാരങ്ങൾ ഒരിക്കൽ കൂടെ ചേർന്ന് അവൻ നിങ്ങളുടെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. അക്കാരങ്ങൾ ഉയർത്തി തന്നെ ഈ മുഴുവൻ ജനത്തെയും തുറന്ന പരിശുദ്ധാത്മാവ് ഇല്ലായ്മകൾ മാറട്ടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ, ദൈവത്തിന്റെ നിറവേ ജനത്തിന്റെ മേൽ പകരട്ടെ. ഹൃദയം തുറന്നു കഴിക്ക. നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ മാർഗോട് ചേർത്ത് വെച്ചു, എല്ലാ കരങ്ങളും മാർഗോട് ചേർത്ത് വെച്ചു. യശോഭ
രാത്രിയിൽ അങ്ങയുടെ നിറവ് ഞങ്ങളുടെ മേൽ തന്നതിനായി സ്തോത്രം. ഞങ്ങൾ വഴിയിൽ വെച്ച് പെട്ടുപോകാൻ, ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ കരത്തിലെ ബലം നഷ്ടപ്പെടുമ്പോൾ, ക്ഷയിച്ചു പോകുമ്പോൾ, യേശുപ്പാ നിന്റെ ബലമുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളെ താങ്ങണം. ഇന്ന് രാത്രിയിൽ ഈ ഹാളിൽ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരേശുവിനെ കണ്ടുമുട്ടിയത്, ഇവരേശുവിനെ അറിഞ്ഞത് ഒരു പരാജയമായി തീരല്ലേ. ഇവരുടെ ലൈഫിൽ രാജകീയ വാഴ്വുകൾ സംഭവിക്കട്ടെ. റോയൽ അതോറിറ്റി യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ.